പാലക്കാട് നഗരസഭയിൽ ജനവിധി അട്ടിമറിക്കാൻ മുസ്ലിം ലീഗ് നീക്കം. ബി.ജെ.പി. അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമം തുടരുമെന്ന ലീഗ്. ഇന്ത്യ സഖ്യത്തിന് എല്ലാ പിന്തുണയും നൽകും. കോൺഗ്രസും CPM-ഉം തീരുമാനമെടുക്കണം. ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കണമെങ്കിൽ ഇരിക്കാൻ തയ്യാറാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായിമംഗലം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുന്നതിന് എന്ത് വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറാണ്. നിരുപാധികം ഞങ്ങളുടെ 5 ആളുകൾ. പക്ഷെ അതിന് കാർമ്മികത്വം വഹിക്കുന്നതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. UDF-ൻ്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ദൗത്യം കോൺഗ്രസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് പ്രധാനമായിട്ടും അതിൽ മുന്നിൽ വരേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അവർ 2 പാർട്ടിയും തയ്യാറാണെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പിന്നെ ഒരു സംശയമില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ നമ്മൾ ചർച്ചയ്ക്കിട്ട് അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് ലീഗ് അത് നമ്മൾ അവരായിട്ട് ആശയവിനിമയം നടത്തിയിട്ടില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു നമ്മളോടൊപ്പം. അരുൺ, പാലക്കാട് നഗരസഭയിലെ ജനവിധി അട്ടിമറിക്കാൻ ഏത് രീതിയിലുള്ള നീക്കുപോക്കുകൾക്കും തയ്യാറാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി എന്നാണ് മുസ്ലിം ലീഗ് തുറന്നു പറയുന്നത്. അതിനുവേണ്ടി ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കണമെങ്കിൽ അതുമാകാം എന്ന തരത്തിലാണ്. പക്ഷേ ഏത് വിധേനയും BJP-യെ മാറ്റി നിർത്തുക, അതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, പാലക്കാട് നഗരസഭയിലെ ജനവിധി എന്നുള്ളത് അത് BJP-ക്ക് അനുകൂലമാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം 25 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP പാലക്കാട് നഗരസഭയിൽ മാറി. പലപ്പോഴും UDF-ഉം അതുപോലെ തന്നെ CPM-ഉം ഒക്കെ പാലക്കാട് നഗരസഭയിൽ BJP തകർന്നടിയും എന്നൊക്കെ പറഞ്ഞിടത്താണ് BJP 25 സീറ്റുകൾ, നേരത്തെ 28 സീറ്റുകളായിരുന്നെങ്കിൽ ഒരു 3 സീറ്റുകളുടെ മാത്രം കുറവ് സംഭവിച്ചുകൊണ്ട് 25 സീറ്റുകൾ നിലനിർത്തി. അതായത് തുടർച്ചയായി 10 വർഷം ഭരിച്ച ഒരു നഗരസഭയിലാണ് 25 സീറ്റുകൾ നിലനിർത്തിയത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാലക്കാട്ടെ ജനങ്ങൾ BJP അധികാരത്തിൽ തുടരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ആ ജനവിധിയെ അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസും CPM-ഉം അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗും ഉള്ളത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് 5 സീറ്റുകളിൽ പാലക്കാട് നഗരസഭയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് പറയുന്നത് BJP അധികാരത്തിൽ വരാതിരിക്കാൻ എന്ത് വിധത്തിലുള്ള നീക്കുപോക്കിനും തയ്യാറാണ്, ഒരു ഉപാധിയുമില്ലാതെ എന്ത് തരം വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ച് അവിടെ നിന്നും ചർച്ച ചെയ്ത് അനുകൂല തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വരെ തങ്ങൾക്ക് ഈ വിഷയത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ UDF-ൻ്റെ ജില്ലാ ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷനുമായ മരക്കാർ മാരായിമംഗലമാണ് ഈ ഇന്ത്യ സഖ്യം പാലക്കാട് നഗരസഭയിൽ വേണമെന്നുള്ളൊരു ആവശ്യം അത് തങ്ങൾ ഏതായാലും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നു, UDF-ൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് കോൺഗ്രസുമായി ഇതിനോടകം തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു, കോൺഗ്രസുമായി താൻ ഈ കാര്യം സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ CPM-ഉമായി കൂട്ടുകൂടുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി CPM-ൻ്റെ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അതിനും തയ്യാറാണ്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ ഇന്ത്യ സഖ്യം ഒരു ചർച്ച ചെയ്ത് BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനും തയ്യാറാണ് എന്നുള്ളതാണ് മരക്കാർ മാരായിമംഗലം എന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനും UDF-ൻ്റെ ജില്ലാ ചെയർമാനുമായ വ്യക്തി പറയുന്നത്. ഏതായാലും കൃത്യമായിട്ട് ജനവിധി അട്ടിമറിക്കുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ നേതൃത്വത്തിൽ അവർ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് നമുക്കറിയാം, ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അതിനൊപ്പം ഒരു പാരഡി ഗാനം വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ ആ പാരഡി ഗാനം ഉപയോഗിച്ചതിനെതിരെയൊക്കെ CPM രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ഏത് പാരഡി ഗാനം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏത് ശബരിമല പറഞ്ഞുകൊണ്ടാണോ CPM-നെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നേടിയിട്ടുള്ളത്, അതേ കോൺഗ്രസ് CPM-ഉമായിട്ട് സഖ്യ ചർച്ചകൾക്ക് തയ്യാറായി ഇത്തരത്തിൽ പാലക്കാട് നഗരസഭയിൽ ഒരു ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ആരെ വിശ്വസിക്കുമെന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടുണ്ടാവുക കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ്, CPM-കാർ വിചാരിച്ചിട്ടുണ്ടാവുക CPM അധികാരത്തിൽ വരുന്നതാണ്. എന്നാൽ ഈ പ്രത്യയശാസ്ത്രപരമായി വളരെ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇവർ ഇപ്പോൾ ഈ ഒരു പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഒന്നിക്കുമ്പോൾ ഈ വോട്ട് തേടുമ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്ത് എന്നുള്ളത് വോട്ടർമാരുടെ മുന്നിൽ പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതിൽ സംശയമേ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ CPM-കാർക്ക് എപ്പോൾ
ഇപ്പോഴും അവർക്ക് കോൺഗ്രസിന്റെ പാളയങ്ങളിൽ നിന്നൊക്കെ ശക്തമായി മുന്നേറി കോൺഗ്രസിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് പലയിടത്തും അവർ വിജയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ യാക്കര ബെൽറ്റ് BJP കാര്യമായിട്ടില്ലാത്ത മേഖലകളിലൊക്കെ കോൺഗ്രസിനെ എതിരിട്ടിട്ടാണ് അവർ അവിടെ വിജയിച്ചിരിക്കുന്നത്. അതേ സ്ഥലത്തെ ഈ CPM കോൺഗ്രസുമായിട്ട് അനുനയത്തിൽ എത്തുമ്പോൾ അത് പ്രധാനമായിട്ടും എങ്ങനെ അവർക്ക് അവിടെ അത്തരത്തിലുള്ളൊരു അനുനയത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏതായാലും നിലവിൽ മുസ്ലിം ലീഗ് പറയുന്നത് തങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്ത് ഈ UDF-ന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും LDF-ന്റെയും നേതൃത്വത്തിൽ ഒരു ചെയർമാനെ കൊണ്ടുവരുന്നതിന് തയ്യാറാണ്. അതിനുവേണ്ടി സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വരെ അനുമതി വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ അധ്യക്ഷനായ മരക്കാർ മാരായമംഗലം പറയുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.